നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിന്റെ ഫൈനലിലും പരാജയപ്പെടാൻ തന്നെയായിരുന്നു വമ്പന്മാരായ ഇംഗ്ലണ്ടിന്റെ വിധി. അതിന് പിന്നാലെ അവരുടെ പരിശീലകനായ ഗാരത്ത് സൗത്ത്ഗേറ്റ് ഈ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നു. നിലവിൽ ഇംഗ്ലീഷ് ടീമിന് ഒരു പുതിയ പരിശീലകനെ ആവശ്യമാണ്. ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഒരാളെ നിയമിച്ചിട്ടില്ല. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയെ കൊണ്ടുവരാൻ അവർക്ക് പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അടുത്ത വർഷമാണ് സിറ്റിയുമായുള്ള പെപ്പിന്റെ കരാർ അവസാനിക്കുക. ഇതുവരെ പെപ് ഗാർഡിയോള പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിന്റെ പരിശീലകനാക്കാം എന്നാണ് ഇംഗ്ലീഷ് FA ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഒരു താൽക്കാലിക പരിശീലകനെ നിയമിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ പരിശീലകനാകുമോ എന്നുള്ള ചോദ്യം പെപ്പിനോട് തന്നെ പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകർ നേരിട്ട് ചോദിച്ചിരുന്നു. ആ ഒരു കാര്യം നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മറിച്ച് അതിവിദഗ്ധമായിക്കൊണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് പെപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ വരുന്ന സീസണിന്റെ കാര്യത്തിലാണ് വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത്. ഞാൻ ഇവിടെ വളരെയധികം സന്തോഷവാനാണ്. എല്ലാ സീസണിന് ശേഷവും എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നും. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ സീസണിലും ഒരുപോലെയുള്ള എനർജി എനിക്ക് നിലനിർത്താൻ സാധിക്കാറുണ്ട്. കോമ്പറ്റീഷൻ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. ഞാൻ മുഴുവനും അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത്. അതായത് വരുന്ന സീസണിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള തന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സിറ്റിയുമായി ഇതുവരെ അദ്ദേഹം കരാർ പുതുക്കിയിട്ടില്ല എന്നുള്ളത് ഇംഗ്ലണ്ടിന് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഭാവിയിൽ ഏതെങ്കിലും ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് നേരത്തെ ESPN ബ്രസീലിന് നൽകിയ അഭിമുഖത്തിൽ പെപ്പ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.